അതാണ് ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്. ഞാൻ ഇതിന് ക്വാളിഫൈഡ് ആണോ എന്ന് ഞാൻ ആദ്യം എന്നെ തന്നെ ഞാൻ വിലയിരുത്തണമല്ലോ. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്ന മുതലുകൾ എല്ലാം ഞാൻ വിറ്റുപറക്കി ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ കാര്യമൊന്നുമില്ല. കാരണം എപ്പോഴും നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു 5 മാസത്തേക്കെങ്കിലും നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകാനുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ല നമ്മൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ വിജയിച്ചു. ഒന്നാമത്തെ എൻ്റെ ആ ഒരു ടെസ്റ്റാണ്, ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ഞാൻ വിജയിച്ചു. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരോടും പറയാറുണ്ട്, ലിറ്റിയോടും പറഞ്ഞു, ലിറ്റി ഈ 9 കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ മാത്രം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്ന ഒന്നായിരുന്നു ക്വാളിഫിക്കേഷൻ. അതെ, ലിറ്റിക്ക് ഇതിൽ ക്വാളിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടോ? അപ്പൊ അന്ന് പറഞ്ഞത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരു 5 മാസമെങ്കിലും നമ്മുടെ ഫാമിലി സുരക്ഷിതമായിരിക്കാൻ വേണം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മാസങ്ങളിൽ കഴിഞ്ഞു പോകാനുള്ള ഒരു ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ലിറ്റി തരണം ചെയ്തിട്ടാണ് ഒന്നാമത്തെ കടമ്പ അല്ലേ? യെസ് സർ. ലിറ്റി ഓർമ്മയുണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും സാർ, രണ്ടാമത്തെ ടൈം ടെസ്റ്റ്. അതായത് എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ വരുമാനം കിട്ടുന്ന, റിട്ടേൺ കിട്ടുന്ന ഒന്നിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്തായാലും അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതൊരു സ്കാം തന്നെയായിരിക്കും. എപ്പോഴും ഒരു 10 മന്ത്സിന് മുമ്പ് അല്ലെങ്കിൽ 10 മന്ത്സ് കഴിഞ്ഞ് നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവും. കാരണം അതിനെപ്പറ്റി നമ്മളൊന്ന് പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കി, അതാണ് മുമ്പ് പറഞ്ഞ പോൺസി സ്കീം എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, പിറ്റേ ദിവസം മുമ്പിൽ നമുക്ക് വരുമാനമാണ്. പക്ഷേ ഇതൊരു 3-4 മാസം അല്ലെങ്കിൽ കൂടി വന്ന 6 മാസം അതിനുശേഷം ഇല്ല, അങ്ങനെ സംഭവമേ ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആ റിട്ടേൺ കിട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കിട്ടാൻ എപ്പോഴും മനുഷ്യൻ അങ്ങനല്ലേ, കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അതിനകത്തോട്ട് പൈസ ഇട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, അത് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോൾ അത് കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന്, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മൾ പേഷ്യൻസ് ഉള്ളവരായിട്ട് മാറണം. ക്ഷമയോട് കൂടി ചെയ്യുന്നത് മാത്രമേ നമുക്ക് നിലനിൽക്കത്തുള്ളൂ.